സുഹൃത്തുക്കളെ, ആലപ്പുഴ കൊല്ലം ജില്ലയുടെ അതിർത്തിയായ താമരക്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഗ്രീൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന വയ്യാങ്കര ടൂറിസം പദ്ധതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുടുംബത്തോടൊപ്പം വന്ന് സമാധാനത്തോടെ കുറച്ച് സമയങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്ന നല്ലൊരിടം. നമ്മുടെ അടുത്ത പ്രദേശത്തെ സിനിക് ബ്യൂട്ടി ആയിട്ടുള്ള ബോട്ടിങ്ങും മറ്റ് സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു അതിമനോഹരമായ ഒരു താവളം. മനസ്സിനെ ശാന്തമാക്കി സ്വച്ഛമായി ഇരിക്കുവാൻ നമുക്ക് തണലേകുന്ന ഒരു മനോഹര ഇടം. അതാണ് ഈ വയ്യാങ്കര ടൂറിസം പദ്ധതി. കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കായംകുളം, ചാരമൂട്, താമരക്കുളം, നെടിയാനിക്കൽ ക്ഷേത്രത്തിന് മുന്നിലൂടെയും അടൂർ, നൂറനാട്, പണയിൽ, പനച്ചിക്കാട് ഭാഗത്തൂടെയും ഈ താവളത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ വരുമ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പനച്ചിക്കാട് ഫാർമേഴ്സ് ക്ലബ്ബാണ് ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത്. ആലപ്പുഴ DTPCയുടെയും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചിട്ടുള്ളത്. 2014 തുടങ്ങിയ ഈ പദ്ധതി ഇടക്കാലത്ത് കാട് കയറി നശിച്ചു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഇതെല്ലാം റീനോവേറ്റ് ചെയ്ത് പനച്ചിക്കാട് ഫാർമേഴ്സ് സൊസൈറ്റിയെ പരിപാലന ചുമതലയെ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിജയകരമായി തുടർന്നു വരുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീസ്. ഇങ്ങനെ കയറുമ്പോൾ ഇതിനകത്ത് വേറൊരു കൗണ്ടറുണ്ട്. അവിടുന്ന് നമുക്ക് ബോട്ടിങ്ങിനും അല്ലെ ചിൽഡ്രൻസ് പാർക്കിലേക്കും ഒക്കെയുള്ള ടിക്കറ്റ് എടുക്കാം. 30 രൂപയാണ് ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഉള്ള പ്രവേശന ഫീസ്. ബോട്ടിങ്, പെഡൽ ബോട്ട്, കയാക്കിംഗ് ബോട്ട് മുതലായവയ്ക്ക് ഒരാൾക്ക് 30 രൂപ വീതവും സ്പീഡ് ബോട്ടിന് 100 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത്. അതുപോലെ കൊട്ടവഞ്ചി സവാരിയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ കാട് പിടിച്ച് നശിച്ചു കിടന്നിരുന്ന ഈ സ്ഥലം പനച്ചിക്കാട് ഫാർമേഴ്സ് ക്ലബ് സൊസൈറ്റി ഏറ്റെടുത്ത് ടൂറിസം പ്രോജക്റ്റായി താമരക്കുളം പഞ്ചായത്തിൻ്റെയും ഭരണിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും DTPCയുടെയും ആഭിമുഖ്യത്തിൽ ഒരു നല്ല ടൂറിസം പ്രോജക്റ്റായി ഇവിടെ എല്ലാം മനോഹരമായി പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ അതിന് തിരിച്ച് അതെല്ലാം മനോഹരമായി പെയിൻറ്റ് ചെയ്ത്, അതുപോലെ നേരത്തെ ഇവിടെ നിലവിലുണ്ടായിരുന്ന മുളങ്കാടുകൾക്ക് അതിര് കെട്ടി അവിടെയെല്ലാം ഇരിപ്പിടങ്ങൾ ഒരുക്കി വളരെ വരുന്നവരുടെ എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ ഊഞ്ഞാലുകൾ, അതുപോലെ റൈഡുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ബോട്ടിങ് പോകുന്നതിനായിട്ട് ഇവിടെ ചെറിയ ഒരു പുതിയ ഡെക്കും അതുപോലെ വ്യൂ പോയിൻ്റായിട്ട് നേരത്തെ നിലവിലുണ്ടായിരുന്ന ഡെക്ക് നവീകരിച്ചും വൃത്തിയായി സൂക്ഷിച്ചു വരുന്നുണ്ട്. മലിനമായി കിടന്നിരുന്ന ഒരു സ്ഥലം ഇത്തരത്തിൽ നല്ലൊരു പദ്ധതി കൊണ്ടുവന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു താവളമായി മാറ്റിയതിന് DTPCയും അതുപോലെ താമരക്കുളം ബ്ലോക്ക് പഞ്ചായത്തും പനച്ചിക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും അഭിനന്ദനം അർഹിക്കുന്നു. ഈ തടാകത്തിന് മുൻഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ള പാത്വേയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ നിന്നാണ് ഈ ബോട്ടിംഗ് ഒക്കെ ആരംഭിക്കുന്നത്. ഈ കിടക്കുന്ന കയാക്കിംഗ് ബോട്ടുകളാണ്. നല്ല മനോഹരമായ വിവിധ വർണ്ണങ്ങളിലുള്ള ഫൈബർ ബോട്ടുകളാണ് ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് പുതിയ ഒരു ജെട്ടി നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ സേഫ്റ്റി ഒക്കെ നോക്കുന്നതിനായി സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടാണ് നമ്മളെ ബോട്ടിൽ കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ കയാക്കിംഗ് ബോട്ട് തുഴഞ്ഞു പോകുന്ന 2 പേരെ കാണാം. ഇതിന് നടുക്കായിട്ട് ഇങ്ങനെ ഒരു വിശ്രമ കേന്ദ്രവും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വളർന്നു നിൽക്കുന്ന മുളങ്കൂട്ടങ്ങൾക്ക് താഴെ ഇതുപോലെ ഇരിപ്പിടങ്ങൾ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും ഇവിടെ വന്ന് കൂട്ടത്തിന് താഴെ ഇരിക്കുമ്പോൾ നല്ല ഒരു കുളിർമയാണ്. നമ്മളവിടെ പോയപ്പോൾ ഒരു ക്ലബിൻ്റെ പരിപാടി ഇവിടെ വച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ച് ആൾക്കാർ അവരുടെ പരിപാടികൾ എല്ലാം നമ്മൾ കുറച്ചു നേരം കണ്ടു നിന്നു. അവരുടെ ഉറിയടി മത്സരം, കസേരകളി എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്കലായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഇവിടെ ഇവർ
അത് ചെയ്യാനുള്ള സൗകര്യം നടത്താൻ, അവരുടെ പരിപാടി നടത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിങ് നടക്കുന്ന ബോട്ടിങ്ങിൻ്റെ വ്യൂ പോയിൻ്റാണ്. അത് നേരത്തെ ഇവിടെ 2014 പ്രോജക്റ്റ് പ്രകാരം നിർമ്മിച്ചിരുന്നതാണ്. അന്ന് കുറേ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ നവീകരിച്ച് നല്ലൊരു ടൂറിസം കേന്ദ്രമായിട്ട് വെച്ചിരുന്നെങ്കിലും പിന്നീട് പരിപാലനമില്ലാതെ ഇത് നശിച്ചു കിടക്കുകയായിരുന്നു. ശരിക്കും നമ്മൾ പോകുന്നവർക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 12-ാം തീയതി ഉദ്ഘാടനം ചെയ്ത ഈ നവീകരിച്ച ടൂറിസം പ്രോജക്റ്റിലൂടെ ഒരു മോചനമുണ്ടായിരിക്കുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകൾ ഇളം കാറ്റേറ്റ് കൊണ്ട് ഇവിടെ നിന്ന് കാണുന്നത് തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഈ കാഴ്ചയാണ് വളരെ നാളുകളായിട്ട് പരിപാലിക്കാൻ ആളില്ലാതെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൈകോർത്തുകൊണ്ട് ഇതിനൊരു മോചനം നൽകിയിരിക്കുകയാണ്. അത് നവീകരിച്ച് ഇങ്ങനെ ആയപ്പോൾ എന്ത് രസമാണ്! വെറുതെ നമുക്ക് കാണുന്നതിന് പോലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഏതാണ്ട് 110 ഏക്കറിലോളം ഈ വയ്യാങ്കര ചിറ എന്ന ജലാശയം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നട്ടുച്ച വെയിലിൽ ആണെങ്കിലും ഇവിടെ നല്ല കാറ്റുള്ളതിനാൽ വലുതായിട്ട് നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ കയറി ഈ തടാകത്തെ ഒന്ന് വലം വെച്ച് ഇതിന് നടുക്കിലുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം. എടുത്തിങ്ങനെ കാറ്റേറ്റ് ഈ ജലാശയത്തിൻ്റെ ശീതളിമയിൽ ചെറിയ ഓളപ്പരപ്പിലൂടെ പെഡൽ ബോട്ട് ആണെങ്കിൽ സ്വന്തമായിട്ട് ചവിട്ടി നീങ്ങാം. കയാക്കിംഗ് ബോട്ടാണെങ്കിൽ 2 പേർക്ക് തുഴഞ്ഞു നീങ്ങാം. സ്പീഡ് ബോട്ടാണെങ്കിൽ 5 പേരെ വരെ കയറ്റും. അവർ നമ്മളെ കറക്കി തിരിച്ചു കൊണ്ടുവരും. സ്പീഡ് ബോട്ടിന് 100 രൂപ ചാർജും പെഡൽ ബോട്ടിന് ഒരാൾക്ക് 30 രൂപ ചാർജുമാണ് ഈടാക്കുന്നത്. നമ്മളിവിടെ എത്തിച്ചേർന്നത് ഏതാണ്ടൊരു 2 മണി സമയത്തായിരുന്നെങ്കിലും നല്ല ഇളം കാറ്റുണ്ടായിരുന്നതിനാൽ ചൂടൊന്നും ഒരു പ്രശ്നമായില്ല. പിന്നീട് ഈ മുളങ്കൂട്ടങ്ങൾക്കിടയിലുള്ള ഇരിപ്പിടത്തിൽ നമുക്കിരുന്ന് കുറച്ചു നേരം വിശ്രമിക്കാനും സാധിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരും നോക്കാനില്ലാതെ ആരും കിടന്നിരുന്ന ഈ മനോഹരമായ ഇടം നല്ല അതിമനോഹരമായി പെയിൻ്റൊക്കെ ചെയ്ത് മുളങ്കൂട്ടങ്ങൾക്ക് താഴെ ഇരിപ്പിടങ്ങൾ ഒക്കെ ഒരുക്കി ഇത്ര മനോഹരമായിട്ടാണ് ഇവിടം ഇപ്പോൾ പരിപാലിച്ചു വരുന്നത്. തീർച്ചയായും നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു ടൂറിസം ഇനിഷ്യേറ്റീവാണ്. ഇത് വിജയിക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ബോട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേര് പോയി, അമ്മ കയറിയില്ല. ഞങ്ങൾ 2 പേര് കയറി 100 രൂപ വെച്ച് 200 രൂപ കൊടുത്തിട്ട് ഒരു സ്പീഡ് ബോട്ടിൽ ഒന്ന് കയറി കറങ്ങാമെന്ന് തീരുമാനിച്ചു. ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. അപ്പം വളരെ ഈ ചെറിയ ഓളപ്പരപ്പിലൂടെ ഉള്ള ഞങ്ങളുടെ ഈ ബോട്ട് യാത്ര വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. വളരെ എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ബോട്ടിലൊക്കെ കയറി ഒന്ന് ആസ്വദിക്കണം. ഇതിലും നല്ല അനുഭവിക്കായിരിക്കും പെഡൽ ബോട്ട് എടുത്ത് നമുക്ക് സ്വയം ചവിട്ടി പോകാം, അല്ലെങ്കിൽ കയാക്കിംഗ് ബോട്ട് എടുത്ത് തുഴഞ്ഞു പോകാം. നമ്മൾ സമയം ഈ വേലി സമയമായതുകൊണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടാണ് സെലക്ട് ചെയ്തത്. എന്തായാലും ഒരു സൂപ്പർ കാഴ്ചയായിരുന്നു.
ജലാശയത്തിലൂടെ കുറച്ചു നേരം നമ്മുടെ ബോട്ടിങ്ങിന് സഞ്ചരിച്ച് ആ കാണുന്ന ഈ ജലാശയത്തിന് നടുക്കുള്ള ഒരു ചെറിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്. അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും അവിടെ ഈ ജലാശയത്തിൻ്റെ നടുക്ക് നിന്ന് കാറ്റ് കൊള്ളാനും ഒക്കെയുള്ള സൗകര്യമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ ബോട്ട് അവിടെ അടുപ്പിച്ച് നമ്മളവിടെ കയറി നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതുപോലെ കയാക്കിംഗ് തുഴഞ്ഞു വരുന്ന മറ്റു കുറേ സഞ്ചാരികളെ കാണാമായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ അതീവ കൃത്യമായ ഒന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നിന്ന് കുറേ നേരം കാറ്റ് കൊണ്ടു. അങ്ങനെ അവിടെ മറ്റ് സഞ്ചാരികൾ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു സ്നാക്സോ അല്ല ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ച് വെച്ചിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം ഇവിടെ നിൽക്കായിരുന്നു. പക്ഷേ ഇപ്പം ഇനിഷ്യൽ സ്റ്റേജ് ആയതിനാൽ അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ അതൊക്കെ ചെറിയൊരു കൗണ്ടർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഐസ്ക്രീമും അതുപോലെ ചായ, സ്നാക്സൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ കായലിൻ്റെ നടുക്ക് ഇരുന്ന് കുറച്ച് നേരം നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാമായിരുന്നു. ഞാൻ ഈ സെലക്ഷൻ അവിടുത്തെ കൗണ്ടറിലുള്ള അവരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കൊള്ളാം. അപ്പം ഇങ്ങനെ നമ്മളിരുന്നപ്പോൾ മറ്റ് പല സഞ്ചാരികളും ഇവിടേക്ക് ബോട്ടിൽ തുഴഞ്ഞ് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. വളരെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു. സൂപ്പർ 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 എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറച്ചു നേരം ഫോട്ടോ എടുത്തും കാറ്റേറ്റുകൊണ്ടും നമ്മൾ ആ നടുക്കുള്ള ആ വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിന്നു. അതിനുശേഷം നമ്മൾ ബോട്ടിൽ കയറി തിരികെ വന്ന ഭാഗത്തേക്ക് പോയി. ഇങ്ങനെ പോകുമ്പോൾ ധാരാളം ആൾക്കാർ വന്നെത്തുന്നുണ്ടായിരുന്നു. അവർ ബോട്ടിൽ ഇങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നു. അപ്പം മനോഹരമായ കാഴ്ചയായിരുന്നു എങ്ങും കാണുവാൻ കഴിഞ്ഞത്. ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ബോട്ട് മുന്നിലോട്ട് പോകുമ്പോൾ ഇതാ 2 പെൺകുട്ടികളെ ഈ കയാക്കിംഗ് ബോട്ട് തുഴഞ്ഞു പോകുന്നത് കാണുവാൻ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ വന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. സ്പീഡ് ബോട്ടാണെങ്കിൽ മാത്രമേ ഡ്രൈവർ കൂടെ കാണത്തുള്ളൂ. കൊട്ടവഞ്ചിയിലും ആൾ കാണും. മറ്റെല്ലാം നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. ഇവിടെ വലിയ അപകടമൊന്നുമില്ല. വലിയ അത്ര വെള്ളം താഴ്ചയില്ല. ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളമേ ഇതിൻ്റെ നടുക്കുള്ളെന്നാണ് അവർ പറഞ്ഞത്. സൂപ്പറായിട്ടുള്ള ഒരു കാഴ്ചാനുഭവമായിരുന്നു. അപ്പോൾ നമുക്ക് കുടുംബത്തോടൊപ്പം ഇവിടെ വീക്കെൻഡിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴോ ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പോഴോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് അടുത്ത് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരിടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കണം. ഈ സംരംഭം വീണ്ടും നിന്നു പോകാതെ ഇത് വിജയിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ബോട്ടിങ്ങിനെ ഈ ചെറിയ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ജട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരികെ വന്നപ്പോൾ തന്നെ ഒരുപാട് പുതിയ സന്ദർശകർ ഇവിടെ എത്തിക്കൊണ്ടേയിരുന്നിരുന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ കൂടി നമ്മൾ വീഡിയോയിൽ പകർത്തി. ബോട്ടുകളുടെ എണ്ണം കൂടുന്തോറും ഓളപ്പരപ്പിൻ്റെ ഭംഗിയും കൂടി വന്നുകൊണ്ടേയിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ.
ഏതാണ്ട് ഒരു 20 മിനിറ്റോളം നീണ്ടു നിന്ന ബോട്ടിങ്ങിന് ശേഷം നമ്മൾ ഇവിടെ ജെട്ടിയിൽ വന്ന് എത്തി. ലൈഫ് ജാക്കറ്റൊക്കെ തിരികെ നൽകി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ആ ഒരു സൈഡിലായിട്ട് ഒരു സ്നാക്സ് ടീ കടയുണ്ട്. അവിടെ പോയി ഒരു ചായ കുടിക്കാമെന്ന് കൊണ്ട് പോയി. പക്ഷേ അവിടെ ചായ ആയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ മാറി നമ്മളെ കൂട്ടത്തിൻ്റെ ചുട്ടിൽ കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഈ ഗ്രീനറിയും ഈ തടാകത്തിൻ്റെ ഭംഗിയും ഈ ചെറു കാറ്റേറ്റുകൊണ്ട് ആസ്വാദനത്തോടെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു കാഴ്ചയാണ്. എത്തുന്ന സഞ്ചാരികൾക്കായി അതിമനോഹരമായി മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റും ബാത്റൂം സൗകര്യവും ഉണ്ട്. പിന്നെ അതുപോലെ കായലിൻ്റെ ഭംഗി നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാനായും ഈ മുളങ്കൂട്ടങ്ങൾക്ക് അടിയിലായി ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടിട്ടും മതിയാകാതെ നമ്മൾ വീണ്ടും ഈ ദൃശ്യങ്ങളിലൂടെല്ലാം ക്യാമറ ഓടിച്ചുകൊണ്ടേയിരുന്നു. അതിമനോഹരമായ ഒരു ഉച്ച സമയം നമുക്ക് സമ്മാനിച്ചുകൊണ്ട്